ലാലേട്ടനോട് ഇനി ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ചിത്രത്തിൻ്റെ ഒരു തുടക്ക സമയത്ത് ഒരു കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു, മൈ ലൈഫ് ഇസ് മൈ വൈഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ലാലേട്ടൻ തന്നെ വന്ന് ഞങ്ങളോടൊക്കെ പറഞ്ഞത് നിങ്ങളുടെ അങ്ങനത്തെ ഒരു സ്റ്റോറി ഷെയർ ചെയ്യാനാണ്. ലാലേട്ടൻ്റെ മൈ ലൈഫ് ഇസ് മൈ വൈഫ് എന്നുള്ളൊരു മൊമെൻ്റ് എന്തായിരുന്നു? ആ കോൺടെസ്റ്റിൻ്റെ അതേ ചോദ്യം ലാലേട്ടനോട് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഉത്തരം? നിങ്ങൾ ആ സുന്ദര മുഹൂർത്തങ്ങൾ പകർത്തി അയക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ലാലേട്ടനോട് ഞാൻ ചോദിക്കാം. ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ എൻ്റെ വൈഫും വളരെ വെരി സെൽഡം വി മീറ്റ് അല്ലേ. ഞങ്ങൾ വല്ലപ്പോഴും കാണുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എപ്പോഴും ആ ഒരു എന്താ പറയുന്നത്, കാണുമ്പോഴുള്ള ഒരു പെപ്പപ്പ് എപ്പോഴും ഉള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ എങ്ങനെ ഒരാളെ റെസ്പെക്റ്റ് ചെയ്യുന്നു, എങ്ങനെ ഒരാളെ സ്നേഹിക്കുന്നു, അതുപോലെ അവർ നമ്മളെ തിരിച്ച് ചെയ്യണം എന്നാണ്. ഇപ്പോൾ ഒരു മധുരസുന്ദര നിമിഷം എന്ന് പറയുകയാണെങ്കിൽ നിമിഷങ്ങളാണ്. നമ്മളത് ഹൗ യു പെർസീവ്, ഹൗ യു കണക്ട് യുവർ ഹാപ്പിനെസ് വിത്ത് സംബഡി എൽസ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് അതൊരു പ്രത്യേക, ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. നമ്മളൊരു വീഡിയോ എടുക്കുന്നത് ഏറ്റവും ഇറ്റ് ക്യാൻ ബി ആൻ ആക്ട് അല്ലേ, അത് റിയലാകാം. പക്ഷേ നമ്മൾ സന്തോഷത്തോടെ നമ്മളും കുട്ടികളും ഒക്കെ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. തീർച്ചയായിട്ടും നമുക്കും പറയാം മൈ ലൈഫ് ഈസ് മൈ വൈഫ്. ഈ സിനിമ വി.ജി. ജെയിംസിൻ്റെ പ്രണയോപനിഷത്തു നിന്ന് ഇൻസ്പയർ ചെയ്ത് വന്നതാണ് എന്ന് കേൾക്കുന്നുണ്ടായി. എത്രത്തോളം അതുമായിട്ട് സാമ്യമുണ്ട്? അതൊരു ചെറിയ കഥയല്ല. വായിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം, അതിനൊരു സിനിമയാക്കണം, 2.5 മണിക്കൂർ സിനിമയാക്കണമെങ്കിൽ അതിലൊരുപാട് മറ്റ് ക്യാരക്ടേഴ്സുകളെ ചേർക്കണം. ആ ഒരു തോട്ടാണ് അവരെടുത്തിരിക്കുന്നത്. പിന്നെ അതിനൊരു എൻഡിങ് വേണം അല്ലേ. അപ്പം നമ്മളതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു കഥയാക്കി അതിനൊരു 2.5 hours ഒരു സ്ക്രിപ്റ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബേസിക് ആശയം അതാണ്, പ്രണയം എന്നുള്ളത്. രണ്ടാമത്തെ പ്രണയമാണ് ഉലഹന്നാൻ്റെ. അങ്ങനെ എല്ലാവർക്കും ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം അത് പ്രണയിക്കാതെ വിവാഹം കഴിച്ചിട്ട് 19 വർഷമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ ഒരു പരാമർശം കൂടി അതിനകത്തുണ്ട്, അത് ശ്രദ്ധിച്ചായിരുന്നു? അല്ല, പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല. ഇവർ ഇപ്പോൾ കല്യാണം കഴിച്ച് കുറേ നാളായി ഉലഹന്നാൻ പറയുന്നത്, ഞാൻ അവരുടെ സ്പേസിലേക്ക് കടക്കാറില്ല, അവരെ ബോറടിപ്പിക്കാറില്ല, അതുപോലെ തിരിച്ചും ആണെന്നാണ്. അപ്പോൾ എപ്പോഴും അങ്ങനെയല്ലേ, ഞാൻ ചെയ്യുന്നതാണ് ശരി, അല്ലെങ്കിൽ അവരുടേതെന്താ എന്ന് മനസ്സിലാക്കാതാണ് ഒരുപാട് പേര് പെരുമാറുന്നത് അല്ലേ. അപ്പോൾ അതുപോലെയാണ് ഉലഹന്നാനും. പിന്നെ അയാൾ റിയലൈസ് ചെയ്യാണ് എന്താണ് നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ ഇടയിൽ, ആൻഡ് ഹൗ വി ക്യാൻ. ജീവിതത്തിൽ റീടേക്കുകളാകാം എന്നാണ് പറയുന്നത് ചില കാര്യങ്ങളിൽ അല്ലേ. ജീവിത റീടേക്കുകളില്ല എന്ന് പറയുന്നത് പോലെ ഉലഹന്നാൻ പറയുന്നത് ചില കാര്യങ്ങളിൽ റീടേക്കുകളാകാം, അല്ലാതെ നമുക്ക് മുന്നോട്ട് ചലിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അന്ന് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവൻ നിങ്ങൾ എന്നോട് പിണങ്ങിയിരിക്കേണ്ട കാര്യമില്ല. ഒരിക്കൽ കൂടെ ഞാൻ ട്രൈ ചെയ്യുന്നതിൽ എന്താ കുഴപ്പം അല്ലേ. ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് തള്ളിക്കളയാൻ പറ്റില്ല.